നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്നത്തെ ഞാൻ പറയാനുള്ളൊരു കാര്യം, ഞാൻ ഫേസ്ബുക്കിൽ കൂടി എൻ്റെ ഒരു ഫേസ്ബുക്ക് ID കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിലും ഞാൻ കുറച്ച് എക്സ്ട്രാ ഷോർട്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടി മേ ബി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ലൈവൊക്കെ അതിലും ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് അതുകൂടി ഒന്ന് പരീക്ഷിക്കണം തോന്നി എനിക്ക്. കുറേ പേര് എല്ലാവരും ഇപ്പോൾ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ അതിലൊന്നും ചെയ്തില്ല. ഒന്ന് ചെയ്യണം തോന്നി. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂ ആവുമെന്നൊന്നും അറിയില്ല. ബട്ട് എനിവേ, സോ താല്പര്യമുള്ളവർ ഞാനിവിടെ ലിങ്ക് താഴെ ഇടാം. ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ താഴെ ഇടാം. നിങ്ങൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യൂ. ഓക്കെ, ആൻഡ് ഓക്കെ, ലെറ്റ്സ് സീ. ഞാനതിൽ എത്രത്തോളം ആക്റ്റീവ് ആവും എന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ. കാരണം എല്ലാം കൂടി സമയങ്ങളിൽ എനിക്കും എത്രത്തോളം ഒത്തുവരുന്നറിയില്ല. വാട്സാപ്പ് തന്നെയാണ് ഇപ്പോൾ മെയിൻ ഉണ്ട്. എന്നാലും നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്താണ് എന്താ നടക്കുന്നത് നോക്കാം. എന്താണ് ഗോത്രൂ എന്നല്ല, എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ശരി, സംസാരിക്കുന്നുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. ഓക്കെ, മേ ബി ചിലപ്പോൾ പറയാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ല അവരുടെ ലൈഫിൽ എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നൊന്ന് അറിയാൻ ശ്രമിക്കാം. ആൻഡ് അതിൽ നിങ്ങളെ ഇടയിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് കാര്യങ്ങളെല്ലാം നോക്കാം നമുക്ക് കേട്ടോ. നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നും നോക്കാം. സോ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പേഴ്സൻ്റെ ലൈഫിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് പറയുന്നുണ്ടാവും പലതും, പെട്ടെന്നാലും നമ്മൾ പറയില്ല. ചിലപ്പോൾ മറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. നോക്കാം അവരുടെ ലൈഫിൽ ഇപ്പം അവരെന്താണ് നടക്കുന്നത്. ഹയറോഫന്റ് കാണുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് കാർഡ് കാണുന്നുണ്ട്. ഓക്കെ, ചാരിയറ്റ്, 5 wands, 7 of swords. Okay, 9 of wands, lovers energy, devil energy. Okay, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സപ്പോസ് മാരീഡ് ആണെങ്കിലും ശരി. ഓക്കെ, ഐ തിങ്ക് അവിടെ പക്ഷെ അവർ മാരീഡ് ആണ് എന്നാണ് എനിക്ക് കൂടുതൽ വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കും. ആൻഡ് ഇവിടെ അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതിപ്പോൾ അവർ ഫാമിലിയിലൊക്കെ ആണെങ്കിലും ഓക്കെ, അവരൊരു കൺട്രോൾ വെച്ച് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടന്ന് ഓവർകം ചെയ്ത് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന രീതിയിലാണ്. അതിപ്പോൾ ഫാമിലിയിൽ പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ ലൈഫിൽ പ്രോബ്ലംസ് ആവാം, രണ്ടും എടുക്കാം. ബട്ട് എല്ലാം അവർ ഒരു കൺട്രോളിൽ കൊണ്ടുപോകുന്നുണ്ട്. അവനവൻ്റെ ഒരു എഫേർട്ട് ഇട്ട് അതിനെ കാര്യങ്ങളൊക്കെ ബെറ്ററാക്കി മെല്ലെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പം അവരതിനെ നേരിടാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എൻ്റെ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന രീതിയിലാണ്. മുന്നോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിക്ക് മാറ്റിയെടുക്കാനും അതിനെ ഓവർകം ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ചാരിയറ്റ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പേഴ്സൺ എവിടെയെങ്കിലും യാത്ര പോകുന്ന രീതിക്കുള്ള എനർജി ഉണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ മേ ബി ഫാമിലിയുമായിട്ടുള്ള യാത്ര ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയോ ഒരു യാത്ര പോകുന്ന തരത്തിൽ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ അവർ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മാത്രമല്ല അഗൈൻ നമ്മളിപ്പോൾ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫിനെ അവർ മുന്നോട്ട് ഒരു ഫോക്കസ് വെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ല എന്നൊന്നുമല്ല. ഓക്കെ, പ്രശ്നങ്ങളില്ലാതെയല്ല, പക്ഷെ അവരതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇവിടെയും ഇപ്പം നമ്മൾ മനസ്സ് രണ്ട് ഭാഗത്തേക്ക് ചിലപ്പോൾ ഡൈവേർഷൻ കാണുന്നുണ്ട് എനിക്ക്. സോ മേ ബി ചില സമയത്ത് മനസ്സ് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടാവും. ഒന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒന്ന് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക, അതുമൊക്കെ ആവാം. സോ ഇവിടെ എവിടെയും എല്ലാം അവരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് അവരൊരു ഫോക്കസ് വെച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം ജീവിതം എന്ന രീതിക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ്. അതിന് വേണ്ട എഫേർട്ട് എല്ലാം അവർ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് മേ ബി സ്പിരിച്വലി, അത് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് പേഴ്സൺ സ്പിരിച്വൽ ചില കാര്യങ്ങളിലേക്കൊക്കെ താല്പര്യവും അവർക്ക് വരുന്നുണ്ടാവാം. ഇവിടെ അവർക്ക് ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങളില്ല എന്നിട്ടല്ല, കോമ്പറ്റീഷൻ ഉണ്ട്. 5 wands കാണുന്നുണ്ട്. സോ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. ഓക്കെ, അവർക്കിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അവർ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ മേ ബി അവർ ജോലിയിൽ കോമ്പറ്റീഷൻ നേരിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലായാലും ചില കോൺഫ്ലിക്ട്സോ കാര്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ചില ഒരു അവോയ്ഡിങ് എനർജി ഉണ്ട് ഇവിടെ. അവോയ്ഡിങ് ആക്ച്വലി ബ്ലോക്കിംഗ് എനർജി ഉണ്ട് ഇവിടെ. ഡെവിൾ എനർജി ഉണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തേർഡ് പാർട്ടിയിലാണെങ്കിൽ അങ്ങനെ ഒരു ചീറ്റിംഗ് ഹൈഡിങ് എനർജി എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടാവാം ഒരു തേർഡ് പാർട്ടി എന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, എല്ലാവർക്കും അല്ല കേട്ടോ, ഇത് എല്ലാവർക്കും മാച്ച് ആവില്ല. കുറച്ച് പേർക്ക് ഓൾറെഡി മാരീഡ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് അങ്ങനെ എടുക്കേണ്ട. ബട്ട് കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും അവർ ഹൈഡ് ചെയ്യുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് മറയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുകൂടിയാണ്. ഓക്കെ, ആ മറയ്ക്കുന്നത് എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. വേറൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും അവരുടെ ഹാബിറ്റ്സ് ആയിരിക്കാം, ചില ശീലങ്ങൾ
കാര്യങ്ങളായിരിക്കാം, സ്വഭാവമായിരിക്കാം, സംതിങ് എന്തോ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു നല്ലതല്ലാത്തൊരു കാര്യമാണ് ഹൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യം വരും എന്നായിരിക്കാം. സോ സംവേർ ചില കാര്യങ്ങൾ അവർ മറക്കുന്നുണ്ട്. ഒരു ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ അത് അവരുടെ ടോക്സിക് ഹാബിറ്റ്സ് ആയിരിക്കാം, ചില ശീലങ്ങൾ, ഡ്രിങ്കിങ് ആയിരിക്കാം. ഓക്കെ, അതിൽ വലുതൊക്കെ അതായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് മറക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ ഫ്ലർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനർജീസ് ഉണ്ടെങ്കിൽ അത് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മറക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി എനർജി അതിപ്പോൾ എന്തുമാവാം. ഓക്കെ, അഡിക്ഷൻസ് ആണ് പക്ഷേ എനിക്ക് മെയിൻലി കാണുന്നത്. സോ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അഡിക്ഷൻസ് അവർ നിങ്ങളിൽ നിന്ന് മറക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഒരു ലൈഫ് അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ട് പോസിറ്റീവായിട്ടൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ചില കോൺഫ്ലിക്റ്റുകളും കയറി വരുന്നതായിട്ടുമുണ്ട്. നോക്കാം നമുക്ക് വേറെന്താണ് അവരുടെ ലൈഫിൽ, അവരുടെ ചുറ്റും എനർജീസ് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. Queen of Wands energy, King of Wands energy, okay. Princess of Swords, Magician. ഇവിടെ രണ്ട് സിറ്റുവേഷൻ എന്ന രീതിക്ക് എനിക്ക് വരുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി എനിക്ക് വളരെ ഹൈ ആയിട്ട് വരുന്നുണ്ട്. എംപറർ എംപ്രസ് ഒക്കെ ഉണ്ട്. ഒന്ന് മാരീഡ് സിറ്റുവേഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയും, മിക്കവാറും അറിയുന്ന രീതിയിലായിരിക്കും. അത് മറക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. എങ്ങാനും കുറച്ച് പേർക്ക് അവരെ മാരേജ് മറച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അതായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവാം, മനസ്സിലാക്കിയിട്ടുണ്ടാവാം കാര്യങ്ങൾ. അത് എല്ലാവർക്കും അത് അത്ര വേഗം സാധ്യമല്ല, ബട്ട് ചിലവർ അങ്ങനെ ചെയ്യാറുണ്ട്. സോ മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി അവർ മറക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്. ഓക്കെ, വേറെ ആരുമായിട്ട് അവർ ഇൻവോൾവ് ആയ രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് നിങ്ങൾ അവരെ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, ദാറ്റ് എന്തോ പേഴ്സൺ വേറെ എന്തെങ്കിലും ഇൻവോൾവ് ആണോ എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് യെസ്, അവർ വേറെ ഒരു അഗൈൻ നമ്മൾ ആ നേരത്തെ പറഞ്ഞ എനർജി ഇവിടെ വീണ്ടും വരുന്നുണ്ട്. അവർ വേറെ ആരോടെങ്കിലും കൂടി ഒരു കണക്ഷൻ ഉള്ള ഒരു രീതിയിൽ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മേ ബി അവർ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കും, മാരീഡ് ആവണമെന്നില്ല. നിങ്ങളിപ്പോൾ സിംഗിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് വല്ലതും തീരുമാനം ആലോചിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വേറെ ഒരു റിലേഷൻ കൂടി ഉണ്ടാവാം. വല്ല ഫ്രണ്ട്സും ആവാം, പക്ഷെ അത് ഫ്രണ്ട്സ് ഒരു കുറച്ചുകൂടി അവരുടെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ പേഴ്സൻ്റെ ലൈഫിനെ പറ്റി കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ മേ ബി. അങ്ങനെ ഒരു എനർജി എനിക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ വാച്ച് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അവരെ ഒരുപാട് വാച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അവരെ പറ്റിയിട്ട്. ഓക്കെ, നിങ്ങൾ അവരെ പറ്റി ഇൻഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാനിപ്പുലേഷൻ എനർജി, മജീഷ്യനാണ്. നിങ്ങൾക്ക് തോന്നുന്നത് പേഴ്സൺ എന്തോ നിങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് നല്ല ഡൗട്ടുണ്ട്. ആൻഡ് യെസ്, അത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. അത് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡൗട്ടായിരിക്കാം, ബട്ട് അല്ല, എനർജി ഇവിടെ വളരെ പോസിറ്റീവായിട്ട് വന്ന സ്ഥിതിക്ക് 2 ഉണ്ട് ഇവിടെ. സോ പേഴ്സൺ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ ഡബിൾ എനർജി ഉണ്ടായിരുന്നു. സോ എന്തോ കാര്യങ്ങൾ ഇവിടെ നിങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മറിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി എനർജി, 3 ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. 3 2 വന്നിട്ടുണ്ട്. സോ യെസ്, ഇവിടെ നിങ്ങൾക്ക് ഒരു വേറെ ഒരു പേഴ്സൻ്റെ പ്രസൻസ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരു ഫ്രണ്ട് ആവാം, ഓക്കെ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആവും. പക്ഷെ അവർ ആ ഫ്രണ്ട് കാരണം ഓക്കെ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് വരുന്നുണ്ടാവും. കുറച്ച് പേർക്ക് അങ്ങനെ ആയിരിക്കാം. വേറെ ആരെങ്കിലും ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന പോലെ ഒരു മാനിപ്പുലേഷൻ എനർജി ഉണ്ട് ഇവിടെ. നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ലെറ്റ്സ് സീ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് എടുത്തേക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ്, വ്യൂവേഴ്സിനോടുള്ള കറണ്ട് ഫീലിങ്സ് പേഴ്സണിൻ്റെ എന്താ നോക്കാം നമുക്ക്. എന്താ പറയുന്ന തട്ടാതെ 5 of Swords, ടവർ കാർഡ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ യെസ് എന്തായാലും തേർഡ് പാർട്ടി ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കിയ എനർജിയാണ് എനിക്ക് ഇവിടെ വരുന്നത്. ഫീലിങ്സ് അല്ല ഇപ്പോൾ വന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം. ഫീലിങ്സ് കൂടി ഒന്ന് എടുത്തിട്ട് പറയാം. സോറി. ഓ മൈ ഗോഡ്. ഓക്കെ, എന്താ പറയുക ഞാൻ. ഓക്കെ, ഇവിടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എനിക്കൊരു സെപ്പറേഷൻ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ വന്ന് കാണാം. എന്തെങ്കിലും സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തോ കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്ക് ഞാൻ അങ്ങനെ റീഡിങ് എടുത്തത് അങ്ങനെയല്ല, ചോദിച്ചത് ജസ്റ്റ് അവരുടെ ലൈഫിനെ കുറിച്ച് അറിയാനാണ്. യെസ്, അപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഡൗട്ട് കിടക്കുന്നുണ്ടാവാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്, തേർഡ് പാർട്ടി. കുറച്ച് പേർക്ക് യെസ് മാരീഡ് ആണ്, കുറച്ച് പേർക്ക് വേറെ റിലേഷൻഷിപ്പ് ആണ്, കുറച്ച് പേർക്ക് ജസ്റ്റ് ചാറ്റിങ്ങോ ഫ്ലർട്ടിങ്ങോ ആവാം. സോ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ബട്ട് യെസ്, ഇവിടെ വേറൊരു അല്ലെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും ചിലപ്പോൾ ഇടപെട്ട് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതും ആവാം. ഓക്കെ, എല്ലാ തരത്തിലും വരും. സോ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതാ മാച്ച് ആവുന്നത് നോക്കിക്കോളൂ. നമുക്ക് ഇടയിൽ കോൾ കയറി വന്നാൽ. സോ ഇവിടെ നിങ്ങളുടെ
സിറ്റുവേഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ 2, 3 ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, അത് അവിടെ പ്രശ്നങ്ങൾ മീൻസ് ആ ഫാമിലി കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫാമിലി അഗ്രി ചെയ്യുന്നില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് പാരൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ബ്രദർ സിസ്റ്റർ ആവാം, കുറച്ച് പേർക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണിലുള്ള ചില അഡിക്ഷൻസ് എന്ന് കാണുന്നുണ്ട്. സോ ചാറ്റിങ്ങോ ഫ്ലർട്ടിങ്ങോ ഈവൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഡ്രിങ്കിങ്, അങ്ങനെ പല കാര്യങ്ങളും. ബട്ട് യെസ്, ഒരു എനർജി നിങ്ങളുടെ അതിൽ കൂടുതലും ഞാനിവിടെ പ്രസൻസ് കാണുന്നതിൽ ഒരു എനർജീസ് ആയിട്ട്, അതായത് ആൾക്കാരുടെ എനർജി ഉണ്ട്. സോ ഫാമിലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാരീഡ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്ന രീതിക്കാണ് എനിക്ക് കൂടുതലും വരുന്നത്. ഫ്രണ്ട്സും ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് ഫ്രണ്ട്സ് പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു വ്യക്തികളാണ് ഇവിടെ മെയിൻ പ്രോബ്ലം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇടയിൽ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ, ഒരു ചില ട്രൂത്ത് നമ്മൾ എല്ലാ കാലത്തും മറിഞ്ഞിരിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഒരു തകർച്ച വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു എൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം, നിങ്ങൾ സത്യങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം, മനസ്സിലാക്കി കാണും. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. ബട്ട് ഇതിൽ ഞാൻ ചോദിച്ചത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. അത് മാത്രം ഇവിടെ വളരെ പോസിറ്റീവായിട്ട് വന്നു. ബാക്കിയെല്ലാം നെഗറ്റീവ് വന്നാലും എവിടെയോ നമ്മൾ പറയില്ലേ. അഗൈൻ ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. എനിക്കറിയാം അടുത്ത വരുന്ന ക്വസ്റ്റൻ എന്താണെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ അവർക്കൊരു വിഷമമുണ്ട്, അവർ നിങ്ങളെ വേദനിപ്പിച്ചു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആണിതും. ഓക്കെ, തേർഡ് പാർട്ടിയിൽ ഇട്ടു നിങ്ങളെ എന്നുള്ള വിഷമം തീർച്ചയായിട്ടും അവർക്കുണ്ട്. നിങ്ങളെ കാണുന്നത് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. സോ വളരെ സ്നേഹത്തോടെയാണ് നിങ്ങളെ കാണുന്നത് ഇപ്പോഴും. ഓക്കെ, എത്ര നിങ്ങളെ എന്ത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, എന്ത് നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങളോടുള്ള ഫീലിങ്സ് ശരിക്കും ജെന്യൂനായിട്ട് അവരുടെ ഉള്ളിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളെ ഒരു ഫാമിലി പോലെയൊക്കെയാണ് അവർ കാണുന്നതും. ഓക്കെ, ബട്ട് നിങ്ങൾ പറയും പിന്നെ എന്ത് കാര്യം ഇങ്ങനെയൊക്കെ ചെയ്ത്, പിന്നെ എന്ത് കാര്യം? യെസ്, അവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എല്ലാ റീഡിങ്ങിൻ്റെയും അവസാനം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫീലിങ്സ് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, ശരിയാണ്. ഓക്കെ, പക്ഷേ നിങ്ങളോട് ചെയ്യുന്നത് എന്താണ്, നിങ്ങളോടുള്ള ബിഹേവിയർ എന്താണ്, നിങ്ങളോട് കാണിക്കുന്ന നേച്ചർ എന്താണ്, അല്ലെങ്കിൽ അപ്പുറത്ത് ബാക്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാറ്ററാണ്. ഓക്കെ, അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് സമാധാനിക്കുക. നമ്മൾ പറയില്ലേ, ഇത്രത്തോളം ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുമ്പോൾ എന്തായാലും അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നൊരു തിരിച്ചറിവ് മാത്രമാണ് നമുക്ക്. പക്ഷേ അഗൈൻ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ലൈഫിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്, അത് രണ്ട് ക്വസ്റ്റ്യനാണ്, 2 കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കൊരാളോട് എത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹത്തോടെ നിൽക്കാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, പക്ഷേ അവരെ ജീവിതത്തിൽ നമുക്ക് കൂടെ മുന്നോട്ട് വേണോ വേണ്ടേ എന്നുള്ളത് വേറെ കാര്യമാണ്. ഓക്കെ, വി ക്യാൻ ലവ് സം വൺ, ബട്ട് സോറി, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ തീരുമാനം പക്ഷെ അത് നിങ്ങളാണ് എടുക്കേണ്ടത്. അതിപ്പോൾ ഞാനിത് രണ്ടും കാണിച്ചിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, യെസ്, ഈ ഒരു വശമുണ്ട്, ഈ ഒരു വശമുണ്ട്. നിങ്ങൾക്ക് ഇതിനെ കണ്ണടച്ച് നിങ്ങൾക്ക് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് ബാക്കി അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ച് ഓക്കെ ആണ് എന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, ആ ചോദ്യം നിങ്ങളാണ് ആൻസർ പറയേണ്ടത്, ഞാനല്ല, ഞാനോ വേറെ ആരുമല്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആൻസർ വരണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫാമിലീസ് ആണെങ്കിലും ഓക്കെ, ഒരു കാര്യം കണ്ടത് ഞാൻ കാർഡിൽ ജസ്റ്റ് എനിക്കൊന്ന് പറയാൻ തോന്നിയത്, ഫാമിലി ആണെങ്കിലും മാരേജ് ആണെങ്കിലും അല്ല വേറെ തേർഡ് പാർട്ടി ആണെങ്കിലും അവരെവിടെയോ ആ റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം കൂടി ജസ്റ്റ് കണ്ടത് ഞാൻ പറയുകയാണ്. അതിൽ നിന്ന് ഫ്യൂച്ചർ എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, യു റെസ്പെക്ട് മീ ആസ് എ പേഴ്സൺ, എന്തോ റെസ്പെക്ട് എന്ന് കണ്ടപ്പോൾ യു റെസ്പെക്ട് മൈ ഡിസിഷൻസ്, രണ്ടും വന്നു. വാവ്, റെസ്പെക്ട് എന്നുള്ളൊരു വാക്ക് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളെ അവർ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട് ശരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ അവരെ റെസ്പെക്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അവരെത്ര തെറ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇതാണത്, നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ആണത്. ഒരു പേഴ്സണിന്, നമ്മളൊരു മനുഷ്യന് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ആക്ച്വലി വളരെ നിങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് അതെനിക്ക് കാണിക്കുന്നത്. അത് അവർക്കും അറിയാം. ഓക്കെ, നിങ്ങളെ പോലെ അവർ റെസ്പെക്റ്റോ കെയറോ ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. എനിവേ, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം വേറെ എന്താ അവർ മെസ്സേജസ് വരുന്നത് നോക്കാം. ക്വീൻ ഓഫ് കപ്സ് അഗൈൻ, യു ആർ ക്രേസി ആൻഡ് ഡോർക്കി എന്ന് പറയുന്നത് നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ശരിക്കും. ഓക്കെ, നിങ്ങളുടെ ഒരു ഫണ്ണി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ക്യൂട്ടായിട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. സോ എവിടെയോ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമാണ് കാണിക്കുന്നത്. ജോക്കർ, വെൽ, ഈ കാർഡിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ എന്ത് പറയാനാണല്ലേ. ജോക്കർ അവർക്ക്
ഐ ഡോ നോ, മേ ബി നിങ്ങൾ ഒരുപാട് ജോക്സ് ഒക്കെ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. ആക്ച്വലി ക്രേസി ആൻഡ് ഓർക്കി എന്നൊക്കെ പറയുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ അവരെ ഐ തിങ്ക് ഫണ്ണി ആയിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എപ്പോഴും ചിരിപ്പിക്കാനോ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവർ ചിരിപ്പിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, യു ലവ് മീ ദ വേ നോബഡി എൽസ് ഡസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വേറെ എന്ത് കാര്യത്തിലായാലും ശരി, ഓക്കെ, എവിടെയോ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. ഓക്കെ, അത്ര തിരിച്ചറിഞ്ഞാൽ മതി, നിങ്ങൾ അത് തിരിച്ചറിഞ്ഞാൽ മതി. യു ആർ ഓണസ്റ്റ് വിത്ത് മീ. നിങ്ങൾ അവരോടെല്ലാം ഓണസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഓപ്പൺ ആണ്, ഓണസ്റ്റ് ആണ്. യു അപ്രീഷിയേറ്റ് മീ. യെസ്, നിങ്ങൾ അവർക്ക് ഒരുപാട് നിങ്ങൾ കെയർ, അപ്രിസിയേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്, റെസ്പെക്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. യു ആൻഡ് ഐ ഹാവ് സോ മച്ച് ഇൻ കോമൺ. ശരിക്കും നിങ്ങൾ തമ്മിൽ വളരെയധികം ആ ഒരു ക്ലോസ്നെസ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ സിമിലർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്. യു ഹോൾഡ് മീ ടൈറ്റ്. ഓക്കെ, സി നിങ്ങൾ എന്ത് സിറ്റുവേഷനിലും നിങ്ങൾ അവരെ വിട്ട് കളയാത്ത പോലെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ അവരെ നല്ലോണം ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയാണ്. മേ ബി നമ്മൾ ഹഗ് ചെയ്യുന്ന ഒരു കാര്യത്തിനും ആയിരിക്കും പറയുന്നത്, ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിലും നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എല്ലാ സിറ്റുവേഷനിലും എന്നാണ് പറയുന്നത്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുണ്ട്. ഓക്കെ, യെസ്, അവർ നിങ്ങളെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടും കൂടി, ഫ്രണ്ടായിട്ട് മാത്രമല്ല, ഓക്കെ, അങ്ങനെ എടുക്കരുത്, ഫ്രണ്ടായിട്ടും കൂടി കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആക്ച്വലി ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ അതുണ്ട്, നിങ്ങൾ അവരൊരു ഫ്രണ്ടായിട്ട് കൂടി കാണുന്നുണ്ട്. യു ഓൾവേസ് ഗിവ് മി എ ഷോൾഡർ ടു ക്രൈ ഓൺ. സോ എപ്പോഴും നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫീലിങ്സ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് വരുന്നുണ്ടോ? യു ആർ ഡെഡിക്കേറ്റഡ് ഇൻ അവർ റിലേഷൻഷിപ്പ്. യു നോ മീ ബെറ്റർ ദാൻ എനിവൺ എൽസ്. യു ലവ് മീ. യു റെസ്പെക്ട് മൈ ഫാമിലി. യെസ്, എല്ലാം ഉണ്ട്. സി ഇവിടെ നിങ്ങൾ അവരെ ഒരുപാട് ആക്ച്വലി അവരെ ഭാഗത്തുനിന്നും ഉണ്ട്. ഓക്കെ, തിരിച്ച് അവരെ ഭാഗത്തുനിന്നും ആ സ്നേഹമുണ്ട് എന്ന് തന്നെയാണ്. യു നോ മീ ബെറ്റർ ദാൻ എനിവൺ എൽസ്. മറ്റുള്ളവരെക്കാൾ നിങ്ങൾ അവരെ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. യു ആർ ഡെഡിക്കേറ്റഡ് ഇൻ അവർ റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാം അവർക്കറിയാം. ഓക്കെ, അവർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടി അത് തിരിച്ച് ഇങ്ങോട്ട് എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലേ? ഓക്കെ, എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞ റീഡിങ് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. സി അവർ സിറ്റുവേഷൻ ഇവിടെ വേറെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ എത്രത്തോളം നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എത്ര അനുവദിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഓക്കെ, ചില സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു മനസ്സമാധാനം ഉണ്ടോ, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്നൊക്കെ കൂടി നിങ്ങളൊന്ന് ചിന്തിക്കാം. ഓക്കെ, സോ ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.